ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ 5 സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇതിനകത്ത് കുറച്ച് സൂത്രങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് എവിടേക്കെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾക്ക് ഇടത്തോട്ടേക്ക് പോവുക, വലത്തോട്ടേക്ക് പോവുക, നിങ്ങളുടെ സ്ഥലം എത്തിയിരിക്കുന്നു, അത് വലതുഭാഗത്താണ് എന്നൊക്കെ മലയാളത്തിൽ പറയിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള 5 സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ 5 സൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. ഗൂഗിൾ മാപ്പിൻ്റെ ലാംഗ്വേജ് അല്ല, ഗൂഗിൾ മാപ്പ് പറയുന്ന ഭാഷ മലയാളത്തിലേക്ക് മാറ്റുന്ന ഒരു ഓപ്ഷൻ ആദ്യം പറഞ്ഞു തരാം. വളരെയധികം ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണിത്. ആദ്യം നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് അല്പം താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് മലയാളം ലഭിക്കും. ഒന്ന് മലയാളം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എൻ്റെ തൊട്ടടുത്ത സ്ഥലമായ മീൻകുന്ന് ബീച്ചിലേക്ക് ഞാനൊന്ന് യാത്ര ചെയ്ത് കാണിച്ചു തരാം. ആ സമയത്ത് ഗൂഗിൾ മാപ്പ് മലയാളത്തിൽ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ. ജസ്റ്റ് ഞാൻ മീൻകുന്ന് ബീച്ച് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇടത്തോട്ട് തിരിയുക, എന്നിട്ട് വലത്തോട്ട് തിരിയുക. 500 മീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്തായിരിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇനി സ്ഥലം എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്ത് കാണാം. ഇനി ഗൂഗിൾ മാപ്പിലെ ഉപകാരപ്രദമായ രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം. നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ആ യാത്ര പോയ ഹിസ്റ്ററി നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ സേവ് ആയി കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഇന്ന സമയത്ത് നമ്മൾ ഇന്ന ഇടത്ത് യാത്ര ചെയ്തെന്ന ഹിസ്റ്ററി നമ്മുടെ ഫോണിൽ കിടക്കുന്നുണ്ടാവും. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ യാത്ര പോകുന്നത് മറ്റാരും അറിയണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ പ്രൊഫൈൽ പിക്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രൈ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് വീണ്ടും ഓപ്പൺ ആകും. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതുമായ വിവരങ്ങൾ എവിടെയും സ്റ്റോറായി കിടക്കുന്നതല്ല, ഹിസ്റ്ററി എവിടെയും ലഭിക്കുന്നതുമല്ല. നിങ്ങൾക്കിതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ അതേ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ മറ്റാരും അറിയണ്ട ഞാൻ യാത്ര ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ഹിസ്റ്ററി സേവ് ആകുന്നതൊന്നും ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി ഈ ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ മൂന്നാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സാധാരണയായിട്ട് എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഇതുപോലെ സ്ഥലം സെർച്ച് ചെയ്യാറില്ലേ, എന്നിട്ട് സ്ഥലം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലോ, ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും. ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് പോകേണ്ട മുഴുവൻ ഡയറക്ഷനും ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ. ഓക്കെ, ഇങ്ങനെ താഴോട്ട് മുഴുവനും ഉണ്ടാവും. അതിൻ്റെ വലതുഭാഗത്ത് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റോഡിൽ നിന്നും ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്ന വ്യക്തമായ ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. താഴെ നമുക്ക് അടുത്ത ഓരോ ടേണിങ്ങും ഇതുപോലെ നോക്കാം. ഓരോ റോഡിലെയും ബെൻഡും കാര്യങ്ങളും ഒക്കെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ഡയറക്ഷൻ കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മാപ്പ് ഉപയോഗിച്ചിട്ടും ഇല്ലെങ്കിലും ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് ഇതുപോലെ ഡയറക്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ചിത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇനി ഈ ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ നാലാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങളൊരു ഐക്കൺ കണ്ടിട്ടില്ലേ, ജസ്റ്റ് ആ ഐക്കൺ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ കാണാം. ഇതിനകത്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതൊന്ന് എക്സിറ്റ് പോയി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം സാറ്റലൈറ്റിൽ നിന്ന് കാണുന്നത് പോലെയാണ് പിന്നെ എൻ്റെ മാപ്പ് കാണിക്കുക. എൻ്റെ ഏരിയയിലെ എല്ലാ വസ്തുക്കളും, എൻ്റെ വീട്ടിനടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ട്, ബിൽഡിങ്, ഇനി കുളമുണ്ടെങ്കിൽ കുളം, പുഴ, നദി എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മാപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം സെർച്ച് ചെയ്ത് പോകുന്ന സമയത്തും ഇതുപോലെ തന്നെ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് മാപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതേ ഓപ്ഷനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചർ ഉണ്ട്. അതിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് സ്ട്രീറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ നാട്ടിലുള്ള മുഴുവൻ റോഡുകളും എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ വണ്ടി പോകുന്ന റോഡുകളൊക്കെ ബ്ലൂ നിറത്തിൽ കാണാം. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് വേറെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഉണ്ടാകുക. ആ വഴി വണ്ടി പോകില്ല. അപ്പോൾ വാഹനം പോകുന്നതും എനിക്ക് ഇവിടുന്ന് ഏതൊക്കെ വഴിയിലൂടെ അവിടെ എത്താമെന്നൊക്കെ ഇതുപോലെ ബ്ലൂ മാർക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
ആണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ അതിനകത്തുണ്ട്. ഇനി ഈ ഉപകാരപ്രദമായ അഞ്ചാമത്തെ ഫീച്ചർ കൂടി കാണിച്ചു തരാം. അതിനായിട്ട് പ്രൊഫൈൽ ഐക്കണിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് താഴെ പോയിട്ട് നേരത്തെ എടുത്ത അതേ നാവിഗേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവോയ്ഡ് ടോൾ റോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ടോളുള്ള റോഡുകൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കില്ല. ഇതെല്ലാം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. നിങ്ങൾക്കിവിടെ അവോയ്ഡ് മോട്ടോർ വേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഒന്നും നിങ്ങൾക്ക് കാണിക്കില്ല. ഉൾപ്രദേശങ്ങളിലുള്ള ഉൾനാടൻ വഴികളും ഊട് വഴികളും വളരെ ഇടുങ്ങിയ വഴികളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരിക. അതായത് ഹെൽമെറ്റ് ധരിക്കാത്തവർക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കും എന്തിന് ഈ മെയിൻ ഹൈവേ വളരെ റഷൊക്കെ ആകുന്ന സമയത്ത് ഉൾവഴിയിലൂടെ സഞ്ചരിക്കാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ഫെറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തീരപ്രദേശത്ത് ഈ നദിക്കരയിലൂടെ പോകുന്നത്, അരുവി കടന്നിട്ട് പോകേണ്ടത്, ഇപ്പോൾ ഒരു പുഴയിലൂടെ ഈ നദി അല്ലെങ്കിൽ അരുവിയൊക്കെ കടന്നിട്ട് പോകേണ്ടൊക്കെ വഴികളുണ്ടാവും. അത്തരം വഴികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവോയ്ഡ് ഫെറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.